ഗായ്സ് അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി പഴം കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ. നല്ല പഴുത്ത പഴം കേട്ടോ, അതും നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പഴുത്ത പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, മധുരിപ്പ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ. പക്ഷേ ഇത് വേറൊരു അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ നമ്മളിത് നല്ല പഴുത്ത പഴം, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് നമുക്കൊന്ന് അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴത്തേന് നമുക്കിത് നല്ല ജീരകം, പെരുംജീരകം, അതുപോലെ തന്നെ നമ്മൾ ചുവന്നുള്ളി ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു തേങ്ങ. ഞാനിപ്പോൾ ഇതൊരു വലിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ അരച്ചെടുക്കണത് കേട്ടോ. നമ്മളിത് തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോണത്. വെള്ളം നമ്മളിപ്പോൾ ആഡ് ചെയ്യണില്ല. വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ അരക്കണത്, തൈര് ഒഴിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പെരുംജീരകം 2 ജീരകം വേണം. അതുപോലെ തന്നെ നമ്മളെ ചുവന്നുള്ളി ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തൈര് ഒഴിച്ച് നല്ല രീതിയിൽ കട്ടിക്ക് അരച്ചിട്ടിട്ടുണ്ട്. അപ്പത്തിനത് നമ്മളെ പഴം ഇതവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് വെള്ളം നമ്മളിപ്പോഴൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇനി നല്ല രീതിയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മിക്സിയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. പുളി ഉണ്ടല്ലോ, പുളിക്ക് അനുസരിച്ചിട്ട് വേണം തൈര് ആഡ് ചെയ്ത് കൊടുക്കാൻ. ചിലവർക്ക് പുളി അത്യാവശ്യം നല്ല രീതിയിൽ വേണമായിരിക്കും, ചിലവർക്ക് പുളി കുറച്ച് ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. എന്തായാലും പുളിക്ക് അനുസരിച്ച് വേണം തൈര് ആഡ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ടി അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണം. അധികം കട്ടി വേണ്ട, കാരണം ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ നല്ല രീതിയിൽ കട്ടിയായി വരും. അതുകൊണ്ട് വലിയ കട്ടിയൊന്നും വേണ്ട, കട്ടി കുറച്ചെടുക്കാം കേട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് പതഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. ഇനി നമ്മൾ കടുക് പൊട്ടിക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നുണ്ടല്ലോ, നമ്മുടെ ഉഴുന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ ഉഴുന്നല്ല ഉലുവ ഉണ്ട് കേട്ടോ, തെറ്റിപ്പോയേ, സോറി. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് കുറച്ച് നല്ല വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉണക്കമുളക് ഇട്ട് ഇനി നല്ല രീതിയിൽ കാച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ നമ്മുടെ പഴക്കറി ഒന്ന് തിളക്കൊന്നും വേണ്ട, ഒന്ന് പതച്ച് വന്നിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് ഇട്ടതിന് ശേഷം നമ്മളെ കറി അടിപൊളിയാണ്. ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. ബൈ.